ബിഗ് ബോസ് മലയാളം ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഈ കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ജിൻഡോ പവർ ടീമിലായപ്പോൾ അയാളുടെ അവിടെയുള്ള എല്ലാവരും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അയാൾ പറഞ്ഞതാരും അനുസരിച്ചില്ല. സ്വന്തം പവർ ടീമിലെ അംഗങ്ങൾ തന്നെ അയാളെ ശിക്ഷിച്ചു. അയാൾക്കെതിരെ പണിഷ്മെൻറ്റുകൾ എഴുതി. ഇന്നിതാ അതെല്ലാം തിരിച്ചടിച്ചിരിക്കുന്നു. കാരണം ഇന്ന് പവർ ടീം അംഗങ്ങൾ അപ്സര, അർജുൻ, ജസ്മിൻ, ഗബ്രി ഇവരൊന്നും അന്ന് ജിൻഡോ പറഞ്ഞപ്പോൾ അനുസരിക്കാതിരുന്നവരാണ്. ജിൻഡോയ്ക്കെതിരെ തിരിഞ്ഞവരാണ്. അവരിന്ന് പവർ ടീം അംഗമായപ്പോൾ അവർ പറയുന്നത് അനുസരിക്കാൻ അവർ ആജ്ഞാപിക്കുമ്പോൾ അത് ചെയ്യാതെ അൻസിബയും ജാൻമണിയും കാണിക്കുന്നതെല്ലാം ഒരു തെറ്റുമില്ല. കാരണം അവരനുസരിച്ചിരുന്നില്ല ജിൻഡോയെ. ജിൻഡോ പവർ ടീം അംഗമായിരുന്നപ്പോൾ ജിൻഡോയെ ആരും അനുസരിച്ചിരുന്നില്ല. അപമാനിക്കുകയും അയാളെ ഒറ്റപ്പെടുത്തുകയും ചെയ്തവരാണ് ആ ടീമിൽ അന്നുണ്ടായിരുന്നത്. പവർ ടീം അംഗം അടക്കങ്ങൾ അർജുനും റസ്മിനും എല്ലാവരും കൂടി ചേർന്ന് പവർ ടീം അംഗമായ ജിൻഡോയോട് തന്നെ പണിഷ്മെൻ്റ് കൊടുത്ത് ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതാണ് പറയുന്നത് കാലം ഒന്നിനും മറുപടി ചോദിക്കാതെ കടന്നു പോകില്ല എന്ന്. ഇന്ന് തിരിച്ച് അപ്സരയും അർജുനും റസ്മിനും ഗബ്രിയും വീണ്ടും പവർ ടീം അംഗമായപ്പോൾ അവർ പറയുന്നത് എല്ലാവരും അനുസരിക്കണമെന്നും ഈ റൂളാണെന്നും നിങ്ങൾ ആ റൂൾ ബുക്ക് വായിക്കണമെന്നും അവർ പറഞ്ഞപ്പോൾ അന്ന് ഈ റൂൾ ബുക്കൊന്നും ഇവർ വായിച്ചില്ലേ? അന്ന് ഈ ഗബ്രിക്കൊന്നും റൂൾ ബുക്ക് വായിക്കാൻ തോന്നിയില്ലേ? അന്ന് അർജുന് തോന്നിയില്ലേ? അന്ന് അപ്സരയ്ക്ക് തോന്നിയില്ലേ? ഇന്നെന്തേ ജിൻഡോ അന്ന് പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല. ഇന്നെന്തേ ഇവരെല്ലാവരും പവർ ടീമിലെത്തിയപ്പോൾ ഇവർ പറയുന്നതൊക്കെ അവർ കേൾക്കണമെന്നുണ്ടോ? ഇന്ന് അൻസിബയും ജാൻമണിയും ഇപ്പോൾ പവർ ടീമിനോട് കാണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാലം മറുപടി ചോദിക്കാതെ ഒന്നും കടന്നു പോകില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ പവർ ടീമിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.